തന്നെ ഈ ദിയ കൃഷ്ണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവം കൂടുതൽ വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. അതിൽ പല സംഭവങ്ങളും പറയുന്നത് കൃഷ്ണകുമാർ പറയുന്നതനുസരിച്ച് ഇവർ കബളിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ പറയുന്നത് ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഇവരുടെ അക്കൗണ്ടിലേക്ക് പണമിടും, അതിൽ നിന്നുള്ള പൈസയിൽ കുറച്ച് പൈസയാണ് തങ്ങൾ എടുത്തതെന്നുള്ള രീതിയിൽ ഇവരും പറയുന്നുണ്ട്. എന്തൊക്കെ സംതിങ് നടന്നിട്ടുണ്ട്. ദിയ ഇവരെ വിളിച്ച് ഫോണിൽ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് യാഥാർത്ഥ്യം? യാഥാർത്ഥ്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഇവർക്ക് തമ്മിലിടയിലുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളൊരു ബിസിനസ് ആരംഭിക്കുന്നത് നമ്മുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളവിടെ നമ്മളിപ്പോ ജോലി ചെയ്യുന്ന സ്ഥാപനം, നമ്മളിവിടെ വരുന്നത് ജോലി ചെയ്യാനാണ്. ഇവിടുത്തെ മുതലാളിയെ തട്ടിക്കാനോ വെട്ടിക്കാനോ ഒന്നുമല്ല. നമ്മൾ വരുന്നത് നമ്മുടെ ജോലി ചെയ്യുന്നു. നമുക്ക് കൃത്യമായി, എനിക്ക് തോന്നുന്നു മറ്റൊരു ഓൺലൈൻ മീഡിയയിലും കൊടുക്കാത്ത കൃത്യമായ ശമ്പളം കൃത്യ തീയതിക്ക് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും സാലറിയുടെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡുമാണ്. അപ്പൊ കൃത്യമായി ജോലി ചെയ്യുന്നു, നമുക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നു. അല്ലാതെ മുതലാളിയെ പറ്റിച്ച് ചതിച്ച് വഞ്ചിച്ച് ഇവിടെ നിന്ന് കുറെ എന്തെങ്കിലും എടുത്തോണ്ട് പോകാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ കുടുങ്ങുക, ആ കാര്യം ഉറപ്പാണ്. ഒരു സ്ഥാപനം ഒരാൾ തുടങ്ങുന്നത് ലാഭത്തിന് വേണ്ടിയാണ്, അല്ലാതെ പുണ്യ ധർമ്മങ്ങൾ ചെയ്യാനല്ല. അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും ലാഭത്തിന് വേണ്ടിയാണ്. ഇവിടെ OBOC എന്ന് പറയുന്ന ജ്വല്ലറി ബിസിനസ്, അത് ദിയ കൃഷ്ണ ആരംഭിക്കുന്നു. അവരതിൽ ലാഭം ഉണ്ടാക്കുന്നു. അവർ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് ജ്വല്ലറി വാങ്ങുന്നു, എന്നിട്ട് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നു. പിന്നീട് അവർ കട തുറക്കുന്നു, ആ കടയിൽ വന്ന് ആളുകൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവർക്കെതിരെ ഒരു വീഡിയോ വന്നിരുന്നു. അതായത് ഇവരുടെ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുന്ന ആഭരണങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ കുറെ വീഡിയോസ് ഒക്കെ കുറെ ആളുകൾ അന്ന് ഇടയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ ഒരു പിന്നിലെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഒരാൾ വലുതാവുന്നത് മറ്റുള്ളവർക്ക് കാണാൻ പാടില്ല. ഈ ഓൺലൈൻ ബിസിനസ് രംഗത്ത് അങ്ങനെയുണ്ട്. ഒരാള് കൃത്യമായി പിന്നെ കുറച്ച് കസ്റ്റമേഴ്സിനെയൊക്കെ പിടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു പോയാൽ മറ്റുള്ളവർക്ക് കുറച്ച് അസൂയയും കുശുമ്പും ഒക്കെ കയറും. അവരുടനെ ഇത് ചെയ്യുന്നൊരു സാധനം വാങ്ങിച്ചിട്ട് അതിലെവിടെയെങ്കിലും ഒരു പൊട്ടലോ ഇത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പറയും, ഈ സാധനം ക്വാളിറ്റി ഇല്ല, ഞങ്ങൾ വാങ്ങിച്ചപ്പോ ഇങ്ങനെ അല്ലായിരുന്നു, കണ്ടപ്പോ ഇങ്ങനെ അല്ലായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ദിയ കൃഷ്ണയ്ക്ക് ഇത്തരം ഒരു കള്ളം പറയേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവര് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആണ്. കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJP നേതാവിന്റെ 4 മക്കളിൽ 2ാമത്തെ ആളോ 3ാമത്തെ ആളോ ആണ്. അപ്പോ 10 ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് അവരുടെ കയ്യിലുണ്ട്. അത്യാവശ്യം വരുമാനമൊക്കെ അവർക്കുണ്ട്. അപ്പൊ ഇങ്ങനെ പറ്റിച്ചും വെട്ടിച്ചും അല്ലെങ്കിൽ കള്ളം പറഞ്ഞു അവർക്ക് പണം ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോ ഇപ്പൊ പറയുന്നത് ഈ പരാതിക്കാർ മുന്നിൽ വരുന്നു. ഈ പരാതിക്കാരുടെ ഫോട്ടോ പോലും, കാരണം അവരുടെ ജീവിതം നശിപ്പിക്കേണ്ട, അവർക്ക് നാളെ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതി ഈ പരാതിക്കാരുടെ ഫോട്ടോ ഈ ദിയ കൃഷ്ണ പുറത്തു പോലും വിട്ടിട്ടില്ലായിരുന്നു, ഈ പരാതിക്കാർ രംഗപ്രവേശനം ചെയ്യുന്നത് വരെ. എന്നിട്ട് ഈ പരാതിക്കാർ പറഞ്ഞ എന്താണ്, ഞങ്ങളെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. ജാതിക്കാർഡ് ഇറക്കിയാൽ സമൂഹത്തിൽ നിന്ന് ഒരുപാട് പിന്നെ സ്വാധീനം കിട്ടും, ഒരുപാട് പേർ തങ്ങളെ ഏറ്റെടുക്കും, പിന്നെ ദിയ കൃഷ്ണയ്ക്കെതിരെയാവും കുറെ ആളുകൾ എന്ന് വിചാരിച്ചാണ് ആദ്യം ജാതിക്കാർഡ് ഇറക്കി ഇവരുടെ ഒരു ജാതി പറഞ്ഞ് ഇവരെ ആക്ഷേപിച്ചു. പിന്നെ പലപ്പോഴും ചൂഷണം ചെയ്യുകയാണ്. ദിയയ്ക്ക് പലപ്പോഴും പല മൂടാണ്, അതനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. പിന്നെ വലിയ സെലിബ്രിറ്റി എന്നുള്ള ഭാവമാണ് ഇവർക്ക്. നമ്മളോട് സംസാരിക്കുന്നതും കുടുംബാംഗങ്ങളെ പോലും വലിച്ചിഴയ്ക്കുന്നു. ദിയയുടെ ഭർത്താവ് ഒരു പൂവാലനാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഈ അടുത്ത കാലത്ത് ചില കേസുകളിൽ വന്ന കാര്യങ്ങൾ അതേപോലെ എടുത്ത് ഇവിടെ പരാമർശങ്ങൾ നടത്തുകയാണ്. ഇതിലിരുന്നു കൊണ്ട് തന്നെ ഈ ദിയയും ഒക്കെ ഈ താഴ്ന്ന ജാതിക്കാരെ അധിക്ഷേപിക്കുന്ന പരിപാടി ഉണ്ടെന്ന് പറയുന്നത്. ചില ആഭരണങ്ങൾ എടുത്തിട്ട് ഇത് ഇന്നവർക്ക് പറ്റിയതല്ല എന്ന രീതിയിലൊക്കെ, ഇന്ന ജാതിക്കാർക്ക് പറ്റിയതല്ല എന്ന രീതിയിൽ ജാതി അധിക്ഷേപം പോലും നടത്തുന്നുണ്ടെന്നൊക്കെ ഇവർ പറയുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അവര് തന്നെ ഇന്നലെ പറഞ്ഞു, അവരുടെ അമ്മ ഈഴവരാണ്, അച്ഛൻ നായരാണ്, അവരെ ഹസ്ബൻഡ് ബ്രാഹ്മണരാണ്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജാതി ആ വീട്ടിലുണ്ട്. ഈ ജാതിക്കാടെന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്ഥിര സംഭവമാണ്. ഇപ്പൊ ജാതി പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയാൽ സമൂഹത്തിൽ നിന്ന് ഭയങ്കരമായി, ഇപ്പൊ വേടനൊക്കെ കളിക്കുന്നത് ജാതി പറഞ്ഞിട്ടാണല്ലോ. അപ്പോ ഈ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ, ജാതി പറഞ്ഞ അധിക്ഷേപം ക്രിമിനൽ കുറ്റത്തിന് തുല്യമാണ്, ജാമ്യമില്ല വകുപ്പാണത്. അപ്പോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ ഇവർക്ക് പറ്റിയ അമ്മിളി എന്ന് പറയുന്നത്, ഇവർ തന്നെ ഇവരുടെ റൂമിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ലീക്കായി. ആ വീഡിയോയിൽ ഇവർ തന്നെ പറയുന്നുണ്ട്, ഈ 50,000 രൂപ വെച്ച് ഞങ്ങൾ ഓരോരുത്തരും എടുത്തു, കഷ്ടപ്പെടാതെ കണ്ടവരുണ്ടാക്കുന്ന പണം,
അത് 1 രൂപ പോലും എടുക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും നിങ്ങളും ഒക്കെ. ആണല്ലോ, നമ്മൾ കഷ്ടപ്പെടും, നമുക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ ആരെങ്കിലും പറ്റിച്ചും വെട്ടിച്ചും നമ്മൾ ജീവിക്കുന്നുണ്ടോ? ഇല്ല. സമൂഹത്തിൽ എത്രയോ അമ്മമാർ, എത്രയോ കടല വിറ്റ് ജീവിക്കുന്ന കുടുംബം പുലർത്തുന്നവരുണ്ട്. 10 രൂപയ്ക്ക് ഒരു കടല വിറ്റ് ജീവിക്കുന്നവരുണ്ട്. അവരും ഈ സമൂഹത്തിൽ ഏറ്റവും മാന്യമായി ജീവിക്കുന്നവരെന്നാണ് ഞാൻ പറയുന്നത്. കണ്ടവരുടെ വീടുകളിൽ പോയി അടുക്കള പണി ചെയ്ത് ജീവിക്കുന്ന അമ്മമാരുണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ മണിക്കൂറോളം നിന്ന് ജോലി ചെയ്യുന്ന പെങ്ങന്മാരും സഹോദരങ്ങളും ഒക്കെയുണ്ട്. ആണുങ്ങളായാലും അങ്ങനെ തന്നെ. കക്കൂസിന്റെ ഒക്കെ ഈ സ്ലാബ് തുറന്ന് വൃത്തിയാക്കുന്ന ജോലി, കട്ടുമോട്ടിച്ച് വേണമെങ്കിൽ അവർക്കും ജീവിക്കാം. അവരും അത്രയും താഴ്ന്ന ജോലികൾ ചെയ്ത് അതൊക്കെ അഭിമാനമായി കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം ഏത് ജോലിക്കും അതിന്റെ ഇല്ലേ. ഇപ്പൊ ദിയ കൃഷ്ണ മൈസൂരോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ പോയി അവർ കുറച്ച് ജ്വല്ലറി വാങ്ങി അവരെ കടയിൽ കൊണ്ട് വെക്കുന്നു. അത് വിൽക്കുന്നത് ഇപ്പൊ 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം അവർ 110 രൂപയ്ക്ക് വിൽക്കുന്നത്. ആ 10 രൂപ അവരുടെ ലാഭത്തിനാണ്. ആ ലാഭത്തിൽ നിന്ന് ഒരു 5 രൂപ അവരവരുടെ ജോലിക്ക് അല്ലെങ്കിൽ 7 രൂപ അവരുടെ ജോലിക്കാർക്ക് മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ 3 രൂപയ്ക്ക് അവർക്ക് കിട്ടുന്ന ലാഭം. ആ ലാഭമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അതിനെ എടുത്ത് നമ്മള് കഷ്ടപ്പെടാത്ത പണം മറ്റൊരാളുടെ ഈ ഇന്നലത്തെ CCTV ദൃശ്യം പുറത്തു വന്നു. അതിൽ കൃത്യമായിട്ടുണ്ട് QR കോഡ്, ദിയയുടെ QR കോഡ് ഇരിപ്പുണ്ട്. അതിനെ വന്നുടനെ ഫയലിനടിയിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ഇവരുടെ ഒരു ഫോണിലെ QR കോഡ് എടുത്ത് വെക്കുന്നു. ഇതിലേക്കാണ് കസ്റ്റമേഴ്സ് പണം അയക്കുന്നത്, ഈ QR കോഡിലേക്ക്. ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ഇപ്പോ ടാക്സിന്റെ കാര്യം പറയുന്നുണ്ട്. ദിയ കൃഷ്ണ ഒരു സെലിബ്രിറ്റിയാണ്. അവർക്കെതിരെ ഒരു പരാതി കൊടുത്താൽ ഇൻകം ടാക്സ് അന്വേഷണത്തിന് വരും. ഇൻകം ടാക്സ് അന്വേഷണത്തിന് വരുമ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആളുകളുടെ, ഇപ്പൊ മറുനാടനിലൊരു ഇത് വന്നപ്പോ മറുനാടൻ മലയാളിയുടെ സ്റ്റാഫുകളുടെ എല്ലാ വീടുകളിൽ റെയ്ഡിന് പോയിരുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പൊ അത്തരത്തിൽ ആരൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ടോ അവരുടെ ഒക്കെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കും. അപ്പൊ പിന്നെ എന്തിനാണ് ദിയ ഇൻകം ടാക്സ് കള്ളത്തരം കാണിച്ചു എന്ന് പറയുന്നത്? ഇൻകം ടാക്സ് അത്രയ്ക്ക് കോടികളുടെ വരുമാനം വരെ ദിയ അംബാനിയോ അദാനിയോ പിന്നെ ഒന്നും അല്ലല്ലോ, ടാറ്റയോ ബിർളയോ ഒന്നും അല്ലല്ലോ. സാധാരണക്കാരിയായ ഒരു യൂട്യൂബറാണ്, ഒരു ജ്വല്ലറി ബിസിനസ് നടത്തുന്ന ഒരാളാണ്. ഇതിലും വലിയ ഇൻകം ടാക്സിനെയൊക്കെ വെട്ടിക്കാൻ എന്ത് സംഭവമാണ് അവരുടെ കയ്യിൽ ഉള്ളത്? ഉള്ള പണത്തിന് യൂട്യൂബിന്റെ വരുമാനമാണ്. ആ യൂട്യൂബിന്റെ വരുമാനം നമ്മൾ കൃത്യമായി, യൂട്യൂബാണ് അത് തരുന്നത്. അതിന് കൃത്യമായ രേഖകളുണ്ട്. അത് കാണിച്ച് തന്നെ അത് മുന്നോട്ട് പോകണം. എല്ലാം ഓതറൈസ്ഡ് ആണ്. ദിയയുടെ അക്കൗണ്ട് പരിശോധിച്ചാൽ അറിയില്ല, ഇവരെ അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാകില്ല. അപ്പോ ഈ പറയുന്ന കള്ളങ്ങളെല്ലാം പുറത്തു വന്നു. കാരണം ഇവർ സമ്മതിച്ച വീഡിയോ ആണ് ഇപ്പൊ പുറത്തു വന്നത്. ഞങ്ങൾ പണം എടുത്തു, അത് സമ്മതിച്ച വീഡിയോ. ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇവരെന്താ പറഞ്ഞത്? ഇവർ പണം എടുത്തിട്ടില്ല, വെറുതെ പറയുന്നതാണ്. ദിയ തന്നെയാണ് ഇൻകം ടാക്സിന്റെ. കാരണം ഇവർ വക്കീലിന്റെ അടുത്ത് പോയിരുന്ന വക്കീല് പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങൾ അത്രയും വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വിളമ്പി. പക്ഷെ അത് ഏറ്റില്ല എന്നുള്ളതാണ്. ഇന്നലെ ദിയ തന്നെ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോ ശ്രദ്ധിച്ചു. ഒരു ശക്തിയുണ്ട്, അത് ഒരു നാച്ചുറൽ ശക്തിയുണ്ട്. അതായത് നമ്മൾ ആര് പറ്റിച്ചാലും വിശ്വാസവഞ്ചന കാണിച്ചാലും അത് തെളിയിക്കപ്പെടാൻ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. ആ ശക്തിയാണ് ഇന്നലെ ആ വീഡിയോ അവരെ കൊണ്ട് പുറത്ത്, അവരിൽ നിന്നാണ് ആ വീഡിയോ പുറത്തു പോയിരിക്കുന്നത്, ദിയയിൽ നിന്നല്ല. പിന്നെ ഇപ്പൊ ദിയ അടിച്ച് പല്ല് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വീഡിയോസും ഒക്കെ അവർ തന്നെ അതിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, നിങ്ങൾ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് ഇട്ടോ, എനിക്ക് പ്രശ്നമില്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളൊരു സാധനം വാങ്ങി വിൽക്കാനായി കൊണ്ടുവയ്ക്കുന്നു. അതിന്റെ കുറെ ശതമാനം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ കട്ടുമോട്ടിച്ച് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കി നിന്ന് സഹിക്കുന്നത്? നമുക്കത് ഇപ്പോ നമ്മളൊരു ജോലി ചെയ്യുന്നു, ആ ജോലി സ്ഥലത്ത് ഏറ്റവും സത്യസന്ധരായി നിൽക്കുമ്പോൾ നമുക്ക് അതിനുള്ള പ്രയോജനം കിട്ടും. ഇവർ തന്നെ പറയുന്നു ഇൻക്രിമെന്റ് ഒക്കെ വരുമ്പോൾ ദിയ ഇവർക്ക് പണം കൊടുക്കാറുണ്ട്, കൂടുതൽ പൈസയൊക്കെ കൊടുക്കാറുണ്ടെന്ന്. ശാലയിൽ പോയി സ്റ്റോക്ക് എടുക്കുന്ന സമയത്തൊക്കെ അതിന്റെ കൃത്യമായ ബില്ല് കാണിക്കുന്നില്ല എന്നാ പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു തവണ ബില്ല് ചോദിച്ചപ്പോൾ അതും അയച്ചു കൊടുത്ത തുകയും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് എന്തോ മറ്റെന്തൊക്കെയോ വാങ്ങി എന്നൊക്കെ പറഞ്ഞൊരു കള്ളമാണ് പറഞ്ഞതെന്നാ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ കൃഷ്ണകുമാർ ആരാണ്? BJP നേതാവാണ്. തീർച്ചയായിട്ടും BJP-ക്കാരെ പിടിക്കാത്ത കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. അവർ ഫേസ്ബുക്കിലൂടെയും അല്ലാണ്ടും ഒക്കെ അവർ എഴുതി. അവരാദ്യം തന്നെ കൃഷ്ണകുമാർ ഇത് കെട്ടിയിട്ട് പണം വാങ്ങി എന്നൊക്കെ പറഞ്ഞാണ് മാധ്യമങ്ങൾ കെട്ടിയിട്ട് തട്ടിക്കൊണ്ടുപോയി. ഇന്നലെ ഒരു ചാനലിൽ കാണിക്കുന്നത് BJP നേതാവ് കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകി 3 വനിതാ ജീവനക്കാർ. മകളുടെ ജോലി സ്ഥലത്തുള്ള അതൊന്നും കാണിക്കുന്നില്ല, ഇത് മാത്രമാണ് കളി. അപ്പൊ ഫോക്കസ് ചെയ്യുന്നത് കൃഷ്ണകുമാറിനെയാണ്. കഴിഞ്ഞിട്ട് ഈ കൃഷ്ണകുമാർ വന്ന് ഇതെല്ലാം യാഥാർത്ഥ്യം പറഞ്ഞതിന് ശേഷം പിന്നെ ആരും വാർത്ത കൊടുക്കുന്നില്ല. അപ്പൊ ആദ്യം ഇവർ പരാതി കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും ഇന്ന് വരെ കൃഷ്ണകുമാറിനോട് നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്ന പോലീസുകാരാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ആ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ
മുഖത്ത് പോലും നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. അയാളുടെ രാഷ്ട്രീയം വേറെ ആയിരിക്കും. ഇതൊക്കെ കൃഷ്ണകുമാർ തന്നെ പറയുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാനെന്ന മാധ്യമ പ്രവർത്തക വിശ്വസിക്കുന്നില്ല ദിയ കൃഷ്ണ ഇത്തരത്തിൽ വെറുതെ 3 ജീവനക്കാർക്കെതിരെ വെറുതെ അവർ വിശ്വാസവഞ്ചന കാണിച്ചു, തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറയുന്നു. അവരെ എന്തുകൊണ്ട് ഇത്രയും വർഷമായി അവർ രംഗത്ത് വന്ന് പറഞ്ഞില്ല? ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവരിവിടെ നിറങ്ങാൻ നിൽക്കുന്നു? ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത്രയും നാൾ എന്തുകൊണ്ട് ഇവർ പിടിച്ചു എന്ന് ഇവർ പറയുന്നു. ഗർഭിണി ആയതുകൊണ്ട് ഞങ്ങൾ സ്ട്രെസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ നോക്കുന്നത്? നിങ്ങളെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ഭർത്താവ് നിങ്ങളെ ശല്യപ്പെടുത്തിയിരുന്നുവെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സത്യസന്ധരാണ്, നിങ്ങൾക്കൊരു പിന്നെ കള്ളത്തരവും നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണമായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോ നിങ്ങളെ എല്ലാ മുതലെടുപ്പും കഴിഞ്ഞ് അവർ കണ്ടുപിടിച്ചപ്പോ ഒരു കൂസലുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് നാണം കെട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി മക്കളെ ജാതിക്കാടൊക്കെ ഇറക്കി കളിക്കുന്നതൊക്കെ അതൊക്കെ വേറെയാണ്. അതിന്റെയൊക്കെ പിന്നിൽ വേറെ ലക്ഷ്യങ്ങൾ, അജണ്ടകളുണ്ട്. നീയൊക്കെ കൂട്ടി അതൊന്നും കൂടില്ല. അത് കൂടില്ല. പറ്റിച്ച് വഞ്ചിച്ച് 1 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് പറഞ്ഞേ മതിയാകൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.